Hi all, welcome to LK Group of Education Service. So, KTET exam oriented classes നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സെക്ഷൻ പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളതായിരുന്നു. അതിൽ പാർട്ട് 8 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നോക്കാൻ പോകുന്നത്. സോ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ അതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോൺ അഫിനിറ്റിയെക്കുറിച്ചും ഇലക്ട്രോൺ അഫിനിറ്റി എങ്ങനെയാണ് പീരിയഡിലും ഗ്രൂപ്പിലും വേരി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ വേരിയേഷനും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പഠിക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഉണ്ട്. ഈ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ O- അയോൺ ആയിരിക്കുന്നു. അതിനുശേഷം പിന്നീടും അത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ O2- അയോൺ ആവുന്നതാണ് ഈ ഒരു ഫിഗറിലൂടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് എ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ആൻ ആറ്റം ഗെയിൻ ഇലക്ട്രോൺ. നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ആവാൻ നേരത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ബട്ട് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ടു ഫോം എ ഗ്യാഷ്യസ് ആനയോൺ ഓർ നെഗറ്റീവ് അയോൺ. അതായത് ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ആവാൻ നേരം റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് ഒരു നെഗറ്റീവ് അയോണോ അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ആനയോണുമായിരിക്കും നമുക്ക് കിട്ടുക. സോ ഇവിടെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു കേസിൽ നമുക്ക് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സെക്ഷനെ നമുക്ക് ഫസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ O- അയോണിൽ നിന്ന് ഫെർദർ ഇലക്ട്രോൺ അത് ഗെയിൻ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് സെക്കൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി സെക്കൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി അങ്ങനെ ഇത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ആവാൻ നേരം റിലീസ് ചെയ്യുന്ന എനർജിയാണ്. സോ ഇതെങ്ങനെ ഒരു ഗ്രൂപ്പിലോ പീരിയഡിലോ വാരി ചെയ്യും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ എന്നുള്ളത് നോക്കാം. സോ അതിന് മുന്നായിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എക്സ് പ്ലസ് ഇലക്ട്രോൺ ഗീവ് എക്സ് മൈനസ്. നമുക്കറിയാം ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ആവുന്നു, അപ്പോൾ അതൊരു നെഗറ്റീവ് അയോൺ അല്ലെങ്കിൽ ആനയോണിന് ഫോർമേഷന് കാരണമാകുന്നു. അതാണ് ഇവിടെ ആക്ച്വലി എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അയണൈസേഷൻ എനർജിയാണ് ഇതുപോലെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക എക്സ് ഗീവ് എക്സ് പ്ലസ് 1 ഇലക്ട്രോൺ എന്നുള്ള രീതിയിലായിരിക്കും വരിക. സോ ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഭാഗമായിട്ട് നമുക്കൊരു ആനയോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഭാഗമായിട്ട് ആനയോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കാറ്റയോൺ ആയിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് പീരിയഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് ഇത് വാരി ചെയ്യുന്നതെന്ന് നോക്കാനുണ്ട്. പീരിയഡിലാണെങ്കിൽ അഫിനിറ്റി കൂടുതലായിരിക്കും. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എൻഹാൻസ്ഡ് ആവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗ്രൂപ്പിലാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ആവാണ് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ. എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയേഷൻ അലോങ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രോൺ അഫിനിറ്റി വേരി ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ആ ഒരു ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ് ആൻഡ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ് ഓൺ മൂവിങ് അക്രോസ് എ പീരിയഡ്. ദിസ് റിസൾട്ട് ഇൻ ദ ലെസ്സർ അട്രാക്ഷൻ ഫോർ ദ ഇൻകമിംഗ് ഇലക്ട്രോൺ. ഹെൻസ് ദ ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ഇൻ എ ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് നമ്മളിവിടെ പറയുന്നുണ്ട് വേരിയേഷൻ അലോങ് എ ഗ്രൂപ്പാണ് നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വേരിയേഷൻ അലോങ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നത് സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് ആൻഡ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ് ഓൺ മൂവിങ് അക്രോസ് എ ഗ്രൂപ്പ് എന്ന്. സോ ഇവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ആവുന്നു, അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ആവുന്നു. അതായത് സൈസ് കൂടുന്തോറും നമുക്കറിയാം സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവിടെ ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ആവുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. ദെൻ
ദിസ് റിസൾട്ട് ഇൻ ലെസർ അട്രാക്ഷൻ ഫോർ ദ ഇൻകമിങ് ഇലക്ട്രോൺ. സോ ഇപ്പോൾ ഇനി എന്തെങ്കിലും ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ആ ഉള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ പറ്റാതെ വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ വളരെയധികം കുറവാണ്. സോ ഇൻകമിങ് ഇലക്ട്രോൺസ് എന്തെങ്കിലും വന്നാൽ പോലും അതിനെ പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ അഫിനിറ്റി എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അഫിനിറ്റി കുറഞ്ഞു വരുന്നുവെന്ന്. പക്ഷേ നമ്മളിപ്പോൾ വേരിയേഷൻ അലോങ് എ പീരീഡ് ആണ് നോക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ആവുകയാണ് നമുക്കെന്നറിയാം. കാരണം പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ആവുകയാണ്. സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ചാർജും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ അവിടെ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇലക്ട്രോൺ അതിലേക്ക് ആഡ് ആക്കണമെങ്കിൽ, ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ആഡ് ആക്കണമെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. കാരണം ന്യൂക്ലിയസിന് ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ആഡ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സൈസ് നോക്കുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ റൈറ്റിലേക്ക് എത്തും തോറും സൈസ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അഫിനിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി ഈ ഒരു ഏരിയയിൽ, അതായത് നമ്മൾ പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ ആ ഒരു ഇലക്ട്രോൺ അഫിനിറ്റി കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. സോ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആയില്ലേ? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് എന്തോരം എനർജി ഒരു ആറ്റത്തിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഭാഗമായിട്ട് നമുക്കൊരു ആനയോണോ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആനയോണോ പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയോണോ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആനയോണോ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നുള്ളത്. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യനുകൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പിക്ചർ നിങ്ങൾ നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നമുക്കൊരു ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ക്ലോറിൻ ഉണ്ട്. നമുക്കറിയാം ഹൈഡ്രജന് 1 more ഇലക്ട്രോൺ നീഡഡ് ആണ്, ക്ലോറിനും 1 more ഇലക്ട്രോൺ വേണം, എന്നാൽ മാത്രമേ അത് സ്റ്റേബിൾ ആവുള്ളൂ. സോ അത് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് HCl, നമ്മൾ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ ഹൈഡ്രജൻ അതിൻ്റെ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, ക്ലോറിനും അതിൻ്റെ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ അവർ രണ്ടാളും കൂടി മ്യൂച്വലി ഷെയർ ചെയ്ത് അവിടെ ഒരു കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിനെന്താണ് ഈ ഒരു ബോണ്ട് ഫോർമേഷനിലുള്ള പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളത് ക്ലോറിനാണ്. സോ ക്ലോറിന് എപ്പോഴും ആ ഒരു ബോണ്ടഡ് ഇലക്ട്രോൺ, അവർ ഷെയർ ചെയ്ത് ഫോം ചെയ്ത ആ ഒരു ബോണ്ടഡ് ഇലക്ട്രോണിനെ എപ്പോഴും തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എബിലിറ്റി ഓഫ് എൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ്. ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടായിരിക്കും, പക്ഷേ ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺ തന്നിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിയെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ആക്ച്വലി ഈ ഒരു ഫിഗറിൽ നിന്ന്, ഈ ഒരു ഇമേജിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമുക്കിനി ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ്. അതായത് തന്നിലേക്ക് തന്നെ ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിയെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ആണ് ഈ ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഈ പോളിംഗ് സ്കെയിൽ ആക്ച്വലി കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. സോ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. ലിനസ് പോളിംഗ് ആണ് പോളിംഗ് സ്കെയിൽ ആദ്യമായി കണ്ടുപിടിക്കുന്നത്. സോ പോളിംഗ് സ്കെയിലിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർമെൻ്റ് ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പോളിംഗ് സ്കെയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പോളിംഗ് സ്കെയിലിലെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 4 ആണ് വരിക. 0 to 4 മുതലാണ്, അതായത് 0 മുതൽ 4 വരെയാണ് പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസിൻ്റെ റേഞ്ച് വരുന്നത്. ദെൻ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്നുണ്ട്, ഇവിടെ പറയുന്നത് എന്താ, 0.0 to 0.4 ആണെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ നോൺ പോളാർ കൊവാലന്റ് ബോണ്ട് എന്ന് പറയും. അതേസമയം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 0.4നും 1.7നും ഇടയിലാണെങ്കിൽ നമ്മളതിനെ പോളാർ കൊവാലന്റ് ബോണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം
ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി 1.7 താഴെയാണെങ്കിൽ നമ്മളതിനെ പറയുന്നത് അയോണിക് ബോണ്ട് എന്നായിരിക്കും. സോ നമുക്കറിയാം ഈ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആറ്റം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഷോ ചെയ്യുന്ന എപ്പോഴാണ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ തന്നിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യുമ്പോൾ. സോ ആ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങനെയാണ് അത് അട്രാക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ ബോണ്ട് ഏതാണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. അതായത് ബോണ്ട് എന്ന് പറയുമ്പോൾ കൊവാലന്റ് ബോണ്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. പോളാർ കൊവാലന്റ് ബോണ്ടും ഉണ്ട്, നോൺ പോളാർ കൊവാലന്റ് ബോണ്ടും ഉണ്ട്. അതുപോലെ തന്നെ അയോണിക് ബോണ്ടിങ് വഴിയും ആറ്റങ്ങൾ ജോയിൻ ചെയ്ത് മോളിക്യൂളുകളും കോമ്പൗണ്ടുകളും ഒക്കെ ആവാറുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോളിംഗ് സ്കെയിലിൻ്റെ ആ ഒരു റേഞ്ച് അനുസരിച്ച് റേഞ്ച് നോക്കിയിട്ട് നമുക്ക് എന്താണ് അത് ഏത് ടൈപ്പ് ബോണ്ടാണ്, പോളാർ കൊവാലന്റ് ബോണ്ടാണോ, നോൺ പോളാർ കൊവാലന്റ് ബോണ്ടാണോ, അതുപോലെ തന്നെ അയോണിക് ബോണ്ടാണോ എന്നെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. സോ ലിനസ് പോളിംഗ് ആണ് പോളിംഗ് സ്കെയിൽ ഡിറ്റർമൈൻ ചെയ്തത്. അദ്ദേഹം ആ ഒരു പോളിംഗ് സ്കെയിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് തന്നെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ പോളിംഗ് സ്കെയിലിലൂടെ നമുക്ക് ആ ഒരു ബോണ്ടിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഇവിടെ പോളിംഗ് സ്കെയിലിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഒട്ടുമിക്ക എലമെൻറ്റുകളുടെയും ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ മെയിനായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും എലമെൻ്റ് ഇല്ല 118 എലമെൻറ്റ്സിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് ഒരിക്കലും ഓർത്തിരിക്കാൻ സാധിക്കില്ല. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏതിൻ്റെ എല്ലാം ഓർത്തിരിക്കണം എന്നുള്ളത് നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാം. ഈ ഒരു ഫിഗറിൽ മെയിൻലി ഒരു എല്ലാ എലമെൻറ്റുകളുടെയും, അതായത് ഒരു 88 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയുമാണ്. അതായത് ഫ്ലൂറിൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ, സൾഫർ, കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, സോഡിയം, ഫ്രാൻസിയം, ഇത്രയും എലമെൻറ്റുകളുടെയെങ്കിലും ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ് എന്നുള്ളത് ചോദിക്കാറുള്ളതാണ്. അത് ഫ്ലൂറിനാണ്. സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. അതായത് 3.5 ആണ് വരുന്നത്. നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂ 0ക്കും 4നും ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. 0 മുതൽ 4 വരെ ആ ഒരു റേഞ്ചിലാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഓക്സിജൻ ആണെന്നും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിൻ ആണെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്രാൻസിയത്തിനാണ്. ഫ്രാൻസിയത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നത് 0.7 ആണ്. ഇനി നമ്മൾ ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെയും നൈട്രജൻ്റെയൊക്കെ ഏകദേശം 3യുടെ റേഞ്ചിലായിരിക്കും വരിക. അതുപോലെ സൾഫറും കാർബണും 2.5 എഴുതിയിട്ടുണ്ടെങ്കിലും 2.5ൻ്റെ അടുത്ത് വരും. ഇപ്പോൾ 2.51 ആണ് സൾഫർ എങ്കിൽ കാർബൺ 2.52 ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. ദെൻ ഹൈഡ്രജൻ്റെ ആണ് 2.2 വരുന്നത്. ദെൻ ഫോസ്ഫറസ് ആണെങ്കിൽ 2.1, സോഡിയം ആണെങ്കിൽ 0.9 ആൻഡ് ലാസ്റ്റ് വൺ ഫ്രാൻസിയം 0.7. ഇതൊന്നും നമ്മൾ നല്ല രീതിയിലൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും അതുപോലെ തന്നെ ഇത്രയെങ്കിലും എലമെൻറ്റുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാരിയേഷൻ എലോങ് എ പീരീഡ് ആൻഡ് ഗ്രൂപ്പ്. അതായത് പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാരി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാരി ചെയ്യുമെന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കണം. അതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെക്കുക. അതായത് ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിലും പീരീഡിലും വാരി ചെയ്യുന്നതെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് എക്രോസ് എ പീരീഡ് ആൻഡ് ഡിക്രീസസ് എക്രോസ് എ ഗ്രൂപ്പ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ അതെന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആവുകയും പീരീഡിലാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ആവുകയും ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ടാണ് ഇവിടെ ഒരു ടേബിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലിഥിയം സോഡിയം ഉണ്ട്. ലിഥിയം സോഡിയം ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആണ് എന്ന് നമുക്കറിയാം. അതിനുശേഷം ബെറീലിയം, മഗ്നീഷ്യം, പിന്നെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അങ്ങനെയാണ് പോകുന്നത്. സോ ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. 1 മുതൽ 4 വരെ ആ ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ലിഥിയത്തിന് താഴെയുള്ളത് സോഡിയമാണ്. വെർട്ടിക്കൽ കോളംസ് ആണല്ലോ ഗ്രൂപ്പ്. സോ സോഡിയത്തിൻ്റെ ആ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, 0.9 ആണ്. സോ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസ് ആവുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഘടകമാണ്. ഇവിടെ പറയുന്നുണ്ട് ബെറീലിയം എന്ന് പറയുന്നത് 1.5 ഇലക്ട്രോ നെഗറ്റീവ് ആണ് എങ്കിൽ അതിന് താഴെ വരുന്ന മഗ്നീഷ്യം 1.2 ആയി പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ബോറോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബോറോൺ 2 ആയിരുന്നു, പക്ഷേ അലൂമിനിയം എത്തിയപ്പോൾ അത് 1.5 ആവുന്നു.
കാർബൺ 2.5 ആയിരുന്നു, സിലിക്കൺ എത്തുമ്പോൾ അത് 1.8 ആവുന്നു. സോ താഴേക്ക് പോകും തോറും അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഡിക്രീസസ് അക്രോസ് എ ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിലാണെങ്കിൽ എന്താ സംഭവിക്കുക? കുറയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരീഡിലാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ വൺ മോർ തിങ് നമ്മളിവിടെ നോക്കേണ്ടത്, എന്തുകൊണ്ട് ഇത് കുറയുന്നു, ഗ്രൂപ്പിൽ കുറയുന്നു, പീരീഡിലാണെങ്കിൽ അത് കൂടുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റിയിലും അയണൈസേഷൻ എൻതാൽപ്പിയിലും എല്ലാം പഠിച്ച സെയിം റീസൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആറ്റോമിക് സൈസ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയാലും ഇലക്ട്രോൺ അഫിനിറ്റി ആയാലും അയണൈസേഷൻ എൻതാൽപ്പി ആയാലും ഇതിനെല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും മാറുന്നത്, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ റീസൺ. സോ നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരീഡ് ബിക്കോസ് വി മൂവ് അക്രോസ് ദ പീരീഡ് ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ആൻഡ് ദ ആറ്റമിക് സൈസ് decreases. Then, therefore, the tendency to attract shared pair of electron increases, thereby increasing electronegativity. അതായത് ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡിൽ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ എന്തുകൊണ്ട് ഇൻക്രീസ് ആവുന്നു? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്തായിരുന്നു? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെ നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയർ ചാർജ് എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാവുന്നതാണ്. സോ ആറ്റോമിക് സൈസ് കുറയുന്നത് മൂലവും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നത് മൂലവുമാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആവുന്നത് എന്ന് നമുക്ക് പറയാം. അതിനുശേഷം therefore the tendency to attract shared pair of electron increases and thereby increasing electronegativity. അതുകൊണ്ട് തന്നെ പീരീഡിൽ നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ ആ റൈറ്റിലുള്ള എലമെൻറ്റുകൾക്കെല്ലാം കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും. കാരണം അവർക്ക് ആ ഒരു ആറ്റത്തിനെ, ഒരു ആറ്റവുമായി ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ ബോണ്ടിലെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാം. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇലക്ട്രോൺ അഫിനിറ്റിയെക്കുറിച്ചും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് നമ്മളൊരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞതിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി നമ്മളിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഫലമായി അവിടെ ആനയോൺ ആണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അയണൈസേഷൻ എൻതാൽപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ കാറ്റയോൺ ഫോർമേഷൻ ആണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ പീരീഡിലെയും ഗ്രൂപ്പിലെയും ആ ഒരു വേരിയേഷനും നമ്മൾ പറഞ്ഞതാണ്. പീരീഡിൽ എങ്ങനെയായിരുന്നു ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, പക്ഷെ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ആവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണങ്ങൾ ആറ്റോമിക് സൈസ് ഇൻക്രീസ് ആവുന്നതും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നതുമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാണ്. ആറ്റോമിക് സൈസ് കുറയും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. സോ ആരെങ്കിലും അഡീഷണൽ ആയിട്ട് ആ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് വന്നാൽ അതിനെ കൂടി ഹോൾഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ന്യൂക്ലിയസിന് ഉണ്ടാവും. പക്ഷേ അതല്ല, അതിൻ്റെ സൈസ് കൂടുകയാണെങ്കിലോ ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് സംഭവിക്കും? കുറയും. കാരണം വേറൊരു ഇലക്ട്രോൺ വന്ന് അതിൽ ആഡ് ആകുമ്പോൾ ഈ നടുക്കുള്ള ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടഡ് ആറ്റത്തിൽ നമുക്കറിയാം അത് കൊവാലന്റ് ബോണ്ട് ആവാം, അയോണിക് ബോണ്ട് ആവാം. പക്ഷേ ആ ഒരു കൊവാലന്റ് ബോണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോണുകളെ മ്യൂച്വലി ഷെയർ ചെയ്തിട്ടായിരിക്കും ആ ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. സോ രണ്ട് ആറ്റവും ഉണ്ടാവും അവിടെ. അതിൽ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് ആ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ തന്നിലേക്ക് തന്നെ ആകർഷിച്ച് നിർത്താനുള്ളൊരു എബിലിറ്റി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ. പോളിംഗ് സ്കെയിൽ ഡിറ്റർമൈൻ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ലിനസ് പോളിംഗ് എന്ന് നമ്മൾ പഠിച്ചു. പോളിംഗ് സ്കെയിലിൻ്റെ
റേഞ്ച് എന്ന് പറയുന്നത് 0 to 4 എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോണ്ട് കൊവാലൻ്റ് ആണോ അല്ലെങ്കിൽ പോളാർ കൊവാലൻ്റ് ബോണ്ടാണോ നോൺ പോളാർ കൊവാലൻ്റ് ബോണ്ടാണോ അയോണിക് ബോണ്ടാണോ എന്നെല്ലാം നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അയോണിക് ബോണ്ടിങ് 1.7 താഴെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വന്നിരിക്കുന്നതെങ്കിൽ അത് അയോണിക് ബോണ്ടിങ് ആണെന്നും നമ്മൾ പഠിച്ചതെന്നാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും വാരി ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പീരീഡിൽ എങ്ങനെയായിരുന്നു ഇലക്ട്രോനെഗറ്റിവിറ്റി വാരി ചെയ്യുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ആവുന്നുവെന്നും ഗ്രൂപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ആവുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മളൊരു ടേബിൾ വെച്ചിട്ട് പറഞ്ഞു ലിഥിയം സോഡിയം അത് കമ്പയർ ചെയ്യുമ്പോൾ താഴത്തേക്ക് പോകുന്നവരും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു, പക്ഷേ പീരീഡിലാവുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു മിനിമം കുറച്ച് എലമെൻറ്റുകളുടെയെങ്കിലും നിങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റി പഠിച്ചിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. സെക്കൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഏറ്റവും ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിയമാണ്. സോ നമ്മളിവിടെ തന്നിരിക്കുന്ന ആ ഒരു അറ്റ്ലീസ്റ്റ് കുറച്ച് എലമെൻറ്റുകളുടെയെങ്കിലും ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.